ഹലോ ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ 2016 റിലീസായ സിനിമ ക്യാമ്പസ് ഡയറി എന്നുള്ളത് ഇപ്പോൾ സൈനാപ്ലേ OTT കൂടെ റിലീസ് ആയിട്ടുണ്ട്. സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ അത്ര കട്ടക്കൂറ സിനിമയൊന്നുമല്ല. 2016 റിലീസായ സിനിമയാണ്. അവര് എന്തൊക്കെയോ കുറെ കാര്യങ്ങൾക്ക് ശ്രമിച്ചിട്ടുണ്ട്, അത് എടുത്തു പറയേണ്ടതാണ്. ആ സമയത്തെ പ്രശ്നങ്ങള്, പിന്നെ കുടിവെള്ള ക്ഷാമം, അങ്ങനത്തെ കുറെ കാണിക്കുന്നത്. ഇപ്പം അതിലൊരു ഗ്രാമം കാണിക്കുന്നുണ്ട്, ഒട്ടും വെള്ളമില്ലാത്തത്. അതൊക്കെ അവര് നൈസായിട്ട് എടുത്തിട്ടുണ്ട്. അങ്ങനെ അവര് കുറെ കാര്യങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേങ്കിൽ സിനിമ നമുക്കൊരു ആവറേജ് ഫീല് തോന്നിക്കുന്നില്ല. ആവറേജിനെക്കാട്ടിലും കുറച്ചുകൂടി താഴെ നിൽക്കുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. മൊത്തത്തിൽ കുറെ ലോജിക്കൽ പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട് സിനിമയ്ക്കകത്ത്. പിന്നെ ആർക്കെങ്കിലും ഒക്കെ ഈ പഴയ സിനിമകളൊക്കെ ഇരുന്ന് ചുമ്മാ ഇരിക്കുമ്പോൾ കാണുന്ന ഇതുണ്ടെങ്കിൽ ഈ ഒരു സിനിമ എടുത്ത് കാണാം. അതായത് അപ്പോൾ ഒരു 2016 കാലഘട്ടത്തിലെ സിനിമ ആയതുകൊണ്ട് അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഒക്കെയാണ് ഇത് കാണിക്കുന്നത്. ഇത്രേ ഉള്ളൂ സിനിമയെ പറ്റി. എനിക്ക് പിന്നെ ഈ സിനിമയിൽ കുറെ ലോജിക്കൽ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒക്കെ എന്തോ അവരുടെ കഥയല്ലേ, ഒക്കെ അങ്ങനെയൊക്കെ ഇരുന്നോട്ട്. അപ്പം കാണാൻ താല്പര്യമുള്ളവർ കണ്ടോ. ഇത്ര കൂറ സിനിമയൊന്നുമല്ല. അപ്പൊ ശരി ഫ്രണ്ട്സ്, അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി.